ഇവർക്ക് നല്ല സുഖമായി. പക്ഷെ അവരുടെ കഴിഞ്ഞകാല സംഭവങ്ങളെപ്പറ്റി അവർക്ക് ഒരിക്കലും ഓർമ്മിക്കാനാവില്ല. അതിനാൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുകയും വരും. എന്തായാലും ഡോക്ടർ അവരുടെ ജീവൻ രക്ഷിച്ചല്ലോ, അത് മതി. ഈ സഹായത്തിന് ഞാൻ എന്നും നന്ദിയുള്ളവനായിരിക്കും. ഓൾ റൈറ്റ്. താങ്ക് യു ഡോക്ടർ. വരൂ. ഇന്നൊരു പ്രത്യേകതയുണ്ട്. എന്താ? ഇതുവരെ ട്രാൻസ്ഫർ ആയിപ്പോയ സ്ഥലത്തെല്ലാം ഞാൻ തനിച്ചാണ് പോയത്. ഇന്ന് എന്റെ കൂടെ നീയുണ്ട്. കമാൺ. ഇതാണ് എന്റെ വീട്. ഒരു ഫോറസ്റ്റ് ഓഫീസറായി എനിക്ക് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അനുവദിച്ചിട്ടുള്ള ക്വാർട്ടേഴ്സ്. ഇത് നിന്റെ വീടാണ്. ഇവിടെ നിനക്ക് സകല സ്വാതന്ത്ര്യങ്ങളുണ്ട്. ഒന്നും ഭയപ്പെടാനില്ല. ഒരു ഇന്ന് ഉറക്കം വരുന്നില്ലല്ലോ. എനിക്കും. ഏതാണ് സുന്ദരനായ പുരുഷൻ. അവളെ എനിക്കും. അവൾ എന്നെ ഇഷ്ടപ്പെടുമോ? എനിക്കിഷ്ടമാ. ഞാൻ അവളെ എന്ത് വിളിക്കും? ഞാൻ ചേട്ടാന്ന് വിളിക്കും. അവൾ ഉറങ്ങിക്കാണുമോ? ചേട്ടൻ ഉറങ്ങാൻ നോക്കാം. ഇല്ല, അവൾ ഉറങ്ങിക്കാണില്ല. ചേട്ടന് ഉറങ്ങിക്കാണില്ല. ഇത് തെറ്റല്ലേ? ഒരു തെറ്റുമില്ല. എന്നാൽ പോയി നോക്കാം. ഞാനും. എന്താ നീ ഊണ് കഴിക്കാത്തത്? എനിക്ക് ഇപ്പൊ വേണ്ട. എന്താ, ഊണ് ഇഷ്ടപ്പെട്ടില്ലേ? ഇവിടെ ഇതൊക്കെ ഉള്ളൂ. അതില്ല, ചേട്ടൻ കഴിച്ചിട്ട് മതി എനിക്ക്. ദാ, എനിക്ക് ഫോർമാലിറ്റി ഒന്നും ഇഷ്ടമല്ല. ഇത് തെറ്റല്ലേ? ഏത്? അവിവാഹിതരായ ഒരു സ്ത്രീയും പുരുഷനും ഒന്നിച്ച് താമസിക്കുന്നത്. എന്തോ എനിക്കങ്ങനെ തോന്നുന്നില്ല. കാരണം? കാരണം നമ്മൾ ഒന്നാകാൻ പോകുന്നവരല്ലേ. എന്നാലും ജനങ്ങളെ പേടിച്ച് ഈ ലോകത്ത് ജീവിക്കാനൊക്കുമോ? ഓ, അങ്ങനെ. എന്താ, ഇഷ്ടപ്പെട്ടില്ലേ? നോക്കൂ, നിന്റെ ഈ കഴുത്തിൽ നാളെ ഞാൻ മാല ചാർത്തും.
എന്താടാ ലോറിയില്? ഒന്നുമില്ല. ഒന്നുമില്ലേ? ഇല്ല, ഇറങ്ങണ ലോറിയിൽ നിന്ന്. ഞങ്ങൾ ഇറങ്ങില്ല. ഇറങ്ങില്ലേ? എങ്കിൽ ഇറക്കാൻ എനിക്കറിയാം. ഇറങ്ങണ റസ്കൽ. എനിക്കെതിരായി ഒരു ഫോറസ്റ്റ് ഓഫീസറോ, അതും ഈ കാട്ടിൽ? ഏയ്! ശരി സർ. ചേട്ടനെ കാണാൻ ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഇന്ന് എന്ത് പറ്റി? വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നല്ലോ. അതോ, ചന്ദനത്തടി വ്യാജമായി കടത്തുന്ന ഒരു സംഘവുമായി ചെറുതായിട്ട് നേറ്റുമുട്ടി. അത് സാരമില്ല. ഡിപ്പാർട്ട്മെന്റ് ശമ്പളം പറ്റുന്ന എനിക്ക് എന്റെ കടമ നിർവഹിക്കാൻ പറ്റില്ലല്ലോ. അതിരിക്കട്ടെ, നിനക്ക് എന്താ ഒരു വല്ലായിക? ഒന്നുമില്ല. പിന്നെ എന്താണെന്ന് വെച്ചാ പറ. ഞാൻ മൂലം എന്റെ ചേട്ടൻ ഇഷ്ടപ്പെടുന്നു.